ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? എന്താ തോന്നുന്നു ഈ ഒരു സംഭവം? തീർച്ചയായിട്ടും ആരോഗ്യ വകുപ്പിന്റെ ഗുരുതരമായ അനാസ്ഥ ഒരു പാവപ്പെട്ട ജീവൻ നഷ്ടമാകാൻ ഇടയായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കൊല്ലം ജില്ലയിലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ ചികിത്സയ്ക്ക് വേണ്ടി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോകുന്നു. അവിടെ ചികിത്സ കിട്ടാത്തതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരികയാണ്. ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രി ഉണ്ട്, ജനറൽ ആശുപത്രി ഉണ്ട്. ഈ രണ്ട് സ്ഥലത്തും ചികിത്സിക്കാൻ ഉപകരണങ്ങളോ ഡോക്ടർമാരോ ഇല്ല. അങ്ങനെയെങ്കിൽ കൊല്ലം ജില്ലയിലെ മെഡിക്കൽ കോളേജിലല്ലേ അവർ പോകേണ്ടത്? കൊല്ലം ജില്ലയുടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പോലും നിലവാരം ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കൊല്ലം ജില്ലയിൽ എന്ത് രോഗികൾക്ക് ബുദ്ധിമുട്ടാണ് അവർ നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ട ഒരു ഗതികേടിലാണ്. നമുക്കറിയാം, നമ്മുടെ ദൂര സ്ഥലത്തു നിന്ന് രോഗികൾ വന്നാൽ ഇവിടെ അനുഭവിക്കേണ്ട പ്രയാസങ്ങൾ, അവർക്ക് ഒരു സഹായത്തിന് ഒരാളുണ്ടാവില്ല, ഇവിടെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവില്ല. കാരണം തിരുവനന്തപുരത്തെ തന്നെ പ്രാദേശികമായ താലൂക്ക്, ജില്ലാ, ജനറൽ ആശുപത്രികൾ OP മാത്രം നോക്കി ഡോക്ടർമാർ രോഗിയോട് അവിടെ അഡ്മിറ്റ് ചെയ്യാതെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാം. അങ്ങനെ റെഫർ ചെയ്യുമ്പോൾ 50 പേഷ്യൻറ്റിനെ നോക്കേണ്ട കാർഡിയോളജി ഡോക്ടർമാർക്ക് ഒരു ദിവസം തിരുവനന്തപുരം ജില്ല മാത്രമല്ല കൊല്ലം ജില്ലയിൽ നിന്നും കൂടി 500 പേരെ ഇൻ പേഷ്യൻ്റായിട്ട് നോക്കണം. ഔട്ട് പേഷ്യൻ്റ് ഏകദേശം 700-800 പേരുണ്ട്. അപ്പോൾ അവർക്ക് ചികിത്സ നൽകാൻ പറ്റാത്ത അത്ര തരത്തിൽ ബാഹുല്യം ഉണ്ടാകുന്നു. ഈ ബാഹുല്യം തടയുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പ് ഒരു പ്രവൃത്തിയും നടത്തുന്നില്ല എന്നുള്ളതാണ് ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ സാഹചര്യം ഉണ്ടായത്. ഇത് അവിടുത്തെ ജില്ലാ, താലൂക്ക്, ജനറൽ ആശുപത്രി കൊല്ലത്ത് അടിസ്ഥാന സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. അപ്പോൾ അവർ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ കൂട്ടത്തോടെ ആൾക്കാർ വരികയാണ്. അപ്പോൾ ഒരു തരത്തിലും ഇവിടെ ബെഡില്ല. ഡോക്ടർമാർ രാവിലെ 7 മണിക്ക് വന്നാൽ അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് രോഗികൾ ഇത്രയും അധികം രോഗികളെ നോക്കി 10 മണിക്ക് പോലും വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം. ഇവിടെ ഒരു ഡോക്ടർമാർക്ക് ഗ്ലൗസ് പോലും സ്വന്തമായി ഇല്ല. അവർ സ്വന്തം കയ്യിൽ നിന്ന് പണം കൊടുത്ത് ഗ്ലൗസ് പുറത്തുനിന്ന് വാങ്ങുക. ഒരു പാരസെറ്റമോൾ ഗുളിക എടുത്ത് സർക്കാർ ഇവിടെ രോഗികൾക്ക് നൽകുന്നില്ല. ഇപ്പം കാർഡിയോളജി വിഭാഗത്തിൻ്റെ പ്രവർത്തനം എല്ലാ മെഡിക്കൽ കോളേജുകളിലും തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 200 കോടിയിലധികം രൂപ ഈ കാർഡിയോളജി വിഭാഗത്തിലെ വിവിധ ആശുപത്രികൾ പർച്ചേസ് ചെയ്തതിൻ്റെ പണം നൽകാൻ കമ്പനികൾക്കുണ്ട്. അവർ ഉപകരണങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഈ പാവപ്പെട്ട മരണപ്പെട്ട അദ്ദേഹത്തിന് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെയുള്ള ചികിത്സകൾ നടത്തേണ്ടതായിരുന്നു. സ്റ്റെൻറ്റുകൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇവിടെ സൗജന്യമായി സ്റ്റെൻറ്റ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് സ്റ്റെൻറ്റ് ഈ കമ്പനികൾ നൽകാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അതില്ലാത്തതുകൊണ്ട് ചികിത്സ മുടങ്ങാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഗുരുതരമായ കുറ്റങ്ങൾ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് മറച്ചുവെക്കാൻ ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പേര് കുറ്റം ചാർത്തിക്കൊണ്ട് ആരോഗ്യ വകുപ്പിന് രക്ഷപ്പെടുവാൻ സാധിക്കില്ല. ആരോഗ്യ വകുപ്പ് സംസ്ഥാനത്തെ